കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു. സിനിമയുടെ പുറകെ ഒരുപാട് സഞ്ചരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഒരു കാര്യത്തിൽ എനിക്ക് തന്നോട് അസൂയുണ്ട്. താനിപ്പോഴും തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ഡയലോഗ് ഈ അടുത്തിറങ്ങിയ ഉന്മാദം സിനിമയിലെയാണ്. അതിലെ നായക കഥാപാത്രമായ കുഞ്ചാക്കോവൻ അവതരിപ്പിക്കുന്ന ആ പോലീസ് കോൺസ്റ്റബിളുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കുഞ്ചാക്കോ ബോബൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ സീനിയർ ഓഫീസർ പറയുന്ന ഒരു ഡയലോഗാണ്. ആ ഒരു ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് വർഷകാലം സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അരുൺ. അരുൺ എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡയലോഗ് തന്നെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് എവിടേക്കും ഒരു സാമ്യമുള്ളത് പോലെ തോന്നി. കാരണം അരുൺ എന്ന നടൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ കുറച്ച് ക്യാരക്ടർ റോളുകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു സ്റ്റാർഡം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അധികകാലം അത് നിലനിന്നില്ല. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹം ഒരു ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ 2000 എന്നൊരു വർഷം, ആ വിഷു സീസണിൽ ഫാസിലിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. ഫാസിൽ, മോഹൻലാൽ, സംയുക്ത വർമ്മ കൂട്ടിയിട്ടുള്ള ഒരു സിനിമ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആ സിനിമ പക്ഷെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോൾ അവതരിപ്പിച്ച് വന്ന ഒരു നടനാണ് അരുൺ. അന്നൊരു 18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന്. അതിലൊരു സ്കൂൾ, നമുക്കറിയാം മോഹൻലാൽ അതിലൊരു അധ്യാപകനായിട്ടാണ്. മോഹൻലാലിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വേഷമാണ്. സൂരജ് എന്ന ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ ഒരു സോങ് സീക്വൻസിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഫോർ ദ പീപ്പിൾ എന്താണ് ഹിസ്റ്ററി കുലിക്കിയ ഹിറ്റെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ. ആ ഫോർ ദ പീപ്പിളിലെ 4 പേരിൽ അതിലെ ഒരു ലീഡർ, അല്ലെങ്കിൽ ആ ഒരു 4 പേർക്കും തുല്യ പ്രാധാന്യമാണ്. പക്ഷേ ആ 4 പേരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്ത ഒരു വ്യക്തിയാണ് അരുൺ. ശരിക്കും അന്ന് ആ ഒരു ക്യാരക്ടർ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് എന്തോ ആണ് അരുൺ ആ ഒരു സിനിമയിലോട്ട് ഇന്നാവുന്നത്. ശരിക്കും അതിന് മുമ്പ് ആ ഒരു വേഷം ചെയ്യേണ്ടിരുന്നത് അന്നത്തെ സുനിൽ കുമാർ എന്ന് വിളിച്ചിരുന്ന പിന്നീട് നരേനായി മാറിയ നടനായിരുന്നു. ശരിക്കും ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് എന്തോ ഉള്ളൂ. നരേൻ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നരേൻ അതിൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് ആണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി രാവിലെ വരുമ്പോഴാണ് അറിയണത് ഒരു പോലീസ് വേഷമാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു 2 ദിവസത്തിന് ഉള്ളിലാണ് അരുൺ ആ ഒരു ക്യാരക്ടർ കളിക്കുന്നത്. ശരിക്കും അരുൺ അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. 2003 തന്നെ 3 ഒക്ടോബർ നവംബർ ആയപ്പോൾ തന്നെ ഈ ലജ്ജാവതി എന്നുള്ളൊരു പാട്ടൊക്കെ ഇറങ്ങി ഭയങ്കര ഹിറ്റായ ശേഷം ഫോർ ദ പീപ്പിൾ സിനിമ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയമാണ് 1 or 2 തവണ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെയൊക്കെയാണ് സിനിമ കണ്ടിട്ടുള്ളത്. അതായത് ആ ഒരു പാട്ട് ഓൾറെഡി ഹിറ്റായി. അപ്പോൾ 2004 ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 14 തോന്നുന്നത്. 2004 ഫെബ്രുവരിയിലാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. എനിക്ക് ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അന്ന് അതിൽ അഭിനയിച്ച നടന്മാരിൽ ഭരതിനെ ഓൾറെഡി ബോയ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഭരത് ഒരു തമിഴ് നടനായതുകൊണ്ട് ഭരത് തുടർന്നും തമിഴ് സിനിമകളിൽ തന്നെയാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. അരുണും അതുപോലെ തന്നെ അതിലെ സുനിൽ, ഇവർ 2 പേരുമായിരുന്നു ശരിക്കും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചതും അല്ലെങ്കിൽ ഓഫേഴ്സ് വന്നതും. ഇത് കഴിഞ്ഞ് അരുൺ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ എന്ന് പറയുന്നത് അമൃതമാണ്. സിബി മലയിൽ ജയറാം, സിബി മലയിൽ സംവിധാനം ചെയ്ത് ജയറാം നായകന സിനിമ. അത് അന്ന് അനൗൺസ്മെൻറ്റ് നടന്നിട്ടുള്ള ആദ്യം ആ റോള് പൃഥ്വിരാജായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പൃഥ്വിരാജ് മാറി എന്ന് ചോദിച്ചാൽ തന്നെ പല കഥകളുണ്ട്. ഒന്ന് സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പൃഥ്വിരാജിനെ മാറ്റിയതാണെന്നും, അല്ല പൃഥ്വിരാജ് കൂടുതൽ റെമ്യൂണറേഷൻ ചോദിച്ചുകൊണ്ട് മാറ്റിയതാണെന്നും പല കഥകളുണ്ട്. എന്തായാലും പൃഥ്വിരാജിന് പകരം ആ ഒരു വേഷം അന്ന് ചെയ്തത് അരുണായിരുന്നു. അതിൽ പാട്ടുകൾ, മുത്തേ എന്ന് പറയുന്ന ആ ഒരു സോങ്ങൊക്കെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജയറാമിനെക്കാട്ടും കൂടുതൽ ഒരു പക്ഷേ അതിൻ്റെ സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യം ഹെവി ആയിട്ടുള്ള റോള് ചെയ്തിട്ടുള്ളത് അരുൺ തന്നെയായിരുന്നു. നരേനാണെങ്കിൽ അപ്പുറത്ത് അത് കഴിഞ്ഞ് അച്ചുവിൻ്റെ അമ്മ കിട്ടി, അങ്ങനെ അങ്ങോട്ട് വേറെ വഴിക്ക് പോയി. എന്തായാലും അരുൺ ഇത് കഴിഞ്ഞിട്ട് അരുണും കൊട്ടേഷൻ എന്നൊരു സിനിമ, ആ ഒരു സിനിമയും ആ വർഷം തന്നെയാണ് ഇറങ്ങുന്നത്. അത് സാമാന്യം വിജയം നേടിയിട്ടുള്ളൊരു സിനിമയാണ്. അത് കുറച്ച് വയലൻസ് ഒക്കെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഓഡിയൻസ് മാത്രമേ ആ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ ചെറുതും വലുതുമായിട്ട് പല വേഷങ്ങൾ, പക്ഷേ അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് വേഷങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് നിരസിച്ച റോൾ എന്ന് പറയുന്ന പോലെ ആ സമയത്ത് ബൽറാം വേഴ്സസ് താരാദാസ് എന്നൊരു സിനിമ, ആ ഒരു സിനിമ ഭയങ്കര ഹൈപ്പിലാണ് ആ സിനിമ ഇറങ്ങിയത്. ആ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് കുഞ്ചാക്കോ ബോബൻ ആ ലിസ്റ്റിലുണ്ടായിരുന്നു, കാസ്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ കുഞ്ചാക്കോവിന് പകരം ആ വേഷം ചെയ്തിട്ടുള്ളത് അരുണാണ്. അതിൽ ആ ഒരു സോങ് സീക്വൻസ് ഉണ്ട്. ആ ഒരു സോങ് സീക്വൻസിൽ അതിൽ ഒരുവിധം എല്ലാ താരങ്ങളുണ്ട്. അതിലും അരുണുണ്ട്. എനിക്ക് കത്രീന കൈഫിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ പറ്റി എന്നുള്ളതാണ്. കുഞ്ചാക്കോവിന് അന്ന് കിലുക്കം കിലുകിലുക്കം എന്നൊരു സിനിമയ്ക്ക് ശേഷം ക്ലാസ്മേറ്റ്സും ബൽറാം വേഴ്സസ് താരാദാസ് 2 സിനിമയും നിരസിച്ചു. അതിൽ
ബൽറാമസ് താരാദാസിലെ വേഷം ചെയ്തത് അരുണും ക്ലാസ്മേറ്റ്സിലെ വേഷം ചെയ്തത് നരേനുമായിരുന്നു. ഇതുപോലെ പറയേണ്ട മറ്റ് 1-2 വേഷങ്ങൾ, ഒന്ന് പതാക എന്ന സിനിമയിൽ വീണ്ടും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ കെ മധു, സുരേഷ് ഗോപി ടീമിൻ്റെ കൂടെ നല്ലൊരു വേഷം അരുണിന് ലഭിച്ചു. നസ്രാണി എന്ന് പറയുന്ന ഒരു സിനിമ 2007 റിലീസായ സിനിമയാണ്. ജോഷി, രഞ്ജിത്ത് കൂട്ടുകെട്ട്. രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു സംവിധായകന് വേണ്ടി സ്ക്രിപ്റ്റ് കൊടുത്ത ഒരു സിനിമയായിരുന്നു നസ്രാണി. അത് ശക്തമായിട്ടുള്ള റോൾ തന്നെ, ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു വേഷമാണ്. ശരിക്കും അരുണിൻ്റെ ഒരു ക്യാരക്ടറാണ്. അരുണിൻ്റെ ക്യാരക്ടറിൻ്റെ മരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് അന്വേഷണവും അങ്ങനെയൊക്കെയാണല്ലോ സിനിമ കണ്ടവർക്കറിയാം. എന്തായാലും ഇത്രയും കുറേ വേഷങ്ങൾ ഇതേ പല മുൻനിര സംവിധായകരുടെ സിനിമകൾ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ചിട്ട് കൂടി എവിടെയോ അദ്ദേഹത്തിന് പാളിപ്പോയതാണോ അതോ നമുക്കറിയില്ല, അതൊരു തലവരെയാണോ എന്നുള്ളത്. കാരണം അപ്പുറത്ത് അതേ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നരേനാണെങ്കിൽ ഒരു അച്ചുവിൻ്റെ അമ്മയും ക്ലാസ്മേറ്റ്സും, അത് രണ്ടും അദ്ദേഹത്തിന് ഭയങ്കര അത് ഗുണം ചെയ്ത്, രണ്ടും ഭയങ്കര ഹിറ്റായി. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ അമൃതമാണെങ്കിലും അങ്ങനെ വലിയ സൂപ്പർ ഹിറ്റല്ല. ബൽറാമസ് താരാദാസ് ആയാലും പതാക ആയാലും നസ്രാണി ആയാലും ഇതൊന്നും വലിയ സൂപ്പർ ഹിറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അരുൺ എന്ന നടന് അത്ര വലിയ ഒരു മുൻനിര നായകനായിട്ട് മാറാൻ സാധിക്കാതിരുന്നത്. പക്ഷേ അന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നടൻ തന്നെയായിരുന്നു. അന്നത്തെ മാഗസീൻസ് 2004 ആ ഒരു മാഗസീൻസൊക്കെ അന്ന് വായിച്ചവരും അല്ലെങ്കിൽ അന്ന് അതൊക്കെ ഫോളോ ചെയ്തിരുന്നവരൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അന്നത്തെ പ്രോമിസിങ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഒരു പ്രധാന നടൻ തന്നെയായിരുന്നു അരുൺ. ഇത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ കുറേ ക്യാരക്ടറുകൾ, കുറേ നായക വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അന്തിപ്പൊൻവട്ടം, അങ്ങനെ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ ക്യാരക്ടറുകൾ, ട്രിവാൻഡ്രം ലോഡ്ജും, അല്ലെങ്കിൽ ഈ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഈ അടുത്ത് 5 വർഷം മുമ്പ് ഇറങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ റോന്ത്, തിരക്കഥ സിനിമയിൽ നല്ലൊരു വേഷം അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം സജീവമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എങ്കിലും എനിക്ക് ഈ ഒരു ഉന്മാദം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോൾ അരുൺ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ജീവിതവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള പോലെ എനിക്ക് തോന്നി. അദ്ദേഹം യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാലത്ത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നടനായിരുന്നു എന്ന് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും ഉന്മാദം സിനിമ നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഷാഹി കബീറിൻ്റെ നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും അരുൺ എന്ന നടനെക്കുറിച്ച്, അരുണിൻ്റെ അന്നത്തെ ഞാൻ ഈ പറയുന്ന അരുൺ നായകനായിട്ട് അഭിനയിച്ച സിനിമകൾ, അല്ലെങ്കിൽ ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു എന്ന് അരുൺ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ അരുണിൻ്റെ സിനിമകളെക്കുറിച്ചും അരുണിൻ്റെ അഭിനയത്തെക്കുറിച്ചും, എന്തുകൊണ്ട് അരുൺ ഒരു മുൻനിര നായകനായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.